രാത്രിയിൽ ഒരു ഉറക്കത്തിൻ്റെ ഇടയിൽ വല്ലാത്ത നെഞ്ചരിച്ചിൽ, പുളിച്ചു തേട്ടൽ പോലുള്ള ബുദ്ധിമുട്ട്, വല്ലാണ്ട് വിയർപ്പ് വരുന്നു. പലപ്പോഴും ഈ ഇടയ്ക്ക് വരുന്ന നെഞ്ചരിച്ചിൽ ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് വരെ ഭയപ്പെടുന്നവരുണ്ട്. രാത്രി വരുന്ന ഈ നെഞ്ചരിച്ചിൽ അസിഡിറ്റി മാറാനായിട്ട്, ഒരു ഉറക്കത്തിൻ്റെ ഇടയിൽ വരുന്നത് മാറാനായിട്ട് സിമ്പിളായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തത്, രാത്രിയുള്ള ഭക്ഷണത്തിൻ്റെ അളവ് പകുതിയാക്കുക. നിങ്ങളുടെ അരവയർ മാത്രം ഭക്ഷണം കഴിക്കുക. രാത്രി കിടക്കുന്നതിന് 3 മണിക്കൂർ മുമ്പ് 7-7:30 മണിക്ക് രാത്രിത്തെ ഭക്ഷണം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുക. മൂന്നാമത്തെ കാര്യം, കിടക്കുന്ന സമയത്ത് ഇടതുവശത്തോട്ട് ചരിഞ്ഞ് കിടക്കുക. ഇടതുവശത്തോട്ട് ചരിഞ്ഞ് കിടക്കുന്നത് രാത്രിയിൽ ഈ പുളിച്ചു തേട്ടുന്നത്, നെഞ്ചരിച്ചിൽ വരുന്നതിന് ഒഴിവാക്കാൻ സഹായിക്കും. നാലാമത്തെ കാര്യം, രാത്രിയിൽ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ജീരകം അഥവാ പെരിഞ്ജീരകം നിർബന്ധമായിട്ടും അല്പം കഴിക്കാൻ, 1 ടീസ്പൂണെങ്കിലും കഴിക്കാൻ നോക്കുക. കാരണം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള അനിറ്റോൾ പോലുള്ള ആൽക്കലോയിഡ്സ് നിങ്ങൾക്ക് ഓവറായിട്ട് ആസിഡ് ഉണ്ടാകുന്നത് പുളിച്ചു തേട്ടുന്നതിനെ ചെറുക്കാനായിട്ട് സഹായിക്കും. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, രാത്രിയിൽ അരി വറുത്ത് പൊടിച്ചുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, നമ്മുടെ അരിപ്പുട്ട്, അപ്പം, ഇടിയപ്പം പോലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. പലരിലും ഇത് നെഞ്ചരിച്ചിലുണ്ടാകാൻ കാരണമാകും. തേങ്ങ വറുത്തരച്ച ഭക്ഷണം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാത്രിയിൽ എന്തെങ്കിലും ഒരു പഴങ്ങൾ മാത്രം ഭക്ഷണമാക്കുക. ഫുഡ് കഴിച്ചതിന് ശേഷം പഴങ്ങളല്ല കേട്ടോ. രാത്രിയിൽ ഒരു 7 മണിയൊക്കെ ആവുന്ന സമയത്ത് 2 ഇനം ഫ്രൂട്ട്സ്, ഒരു ആപ്പിൾ, ഒരു പേരയ്ക്ക, ഒരു മാതളം, അല്ലെങ്കിൽ ഒരു ആപ്പിൾ, ഒരു മാതളം, ഇത് മാത്രം കഴിച്ചിട്ട് കിടക്കാനായിട്ട് നോക്കുക. ഈ രാത്രിയിൽ വരുന്ന അസ്വസ്ഥതയും ബുദ്ധിമുട്ടും മാറും. നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും.